അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോഴേ ഇന്നത്തെ കഥാപാത്രം മനാഫാണ്. മനാഫിനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പോൾ എല്ലാവരും മനാഫിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞല്ലേ. അപ്പോൾ മനാഫ് ആരാണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാം. അറിയാത്തവർ കാണില്ല എങ്കിലും ചുമ്മാ എന്ന് പറയണ്ടേ ആരാണെന്ന്, വെറുതെ എന്ന് പറയാം. അതായത് കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ നമ്മുടെ അർജുൻ മരിച്ചിട്ട് കുറച്ച് ദിവസമായി. ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അർജുൻ്റെ പിന്നെ ഫാമിലിയെല്ലാം ഇപ്പം ആകെ വിഷമത്തിലിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ അർജുനെ കണ്ടെത്തുന്നതിനെ തുടർന്ന് ഒരുപാട് അഭ്യൂഹങ്ങൾ ചാനലുകാരായാലും അല്ലെങ്കിൽ പുറത്ത് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നിരുന്നു. അത് മനാഫിനെ കുറിച്ചാണ്. പക്ഷേ നമ്മൾ അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ മനാഫ് ചെയ്ത ത്യാഗമാണ് അല്ലേ. മനാഫിനെ കുറിച്ച് മോശമായ കാര്യങ്ങൾ ഒക്കെ എല്ലാവരും കേട്ടതാണ്. പക്ഷേ അന്ന് മുതൽ മനാഫിനെ കുറിച്ച് കുറേയൊക്കെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം 72 ദിവസത്തോളം സ്വന്തം ബിസിനസ് പോലും വേണ്ടാന്ന് വെച്ചിട്ട്, അതായത് സ്വന്തം എന്തോ വസ്തുവകൾ വിറ്റിട്ടാണെന്ന് തോന്നുന്നു പുള്ളി അത്രയും ദിവസം 72 ദിവസം ഷിരൂരിൽ പോയിട്ട് ഈ അർജുനെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ പങ്കാളിയായിട്ട് ചേർന്നു. അപ്പോൾ അത് മനാഫ് മാത്രമല്ല, നമ്മുടെ മുങ്ങൽ വിദഗ്ധൻ അല്ലേ, അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 72 ദിവസവും സ്വന്തം വീട്ടുകാര്യങ്ങൾ പോലും മാറ്റിവെച്ച്, ബിസിനസ് പോലും മാറ്റിവെച്ച് പോയ ആ നമ്മുടെ മനാഫിനെ കുറിച്ച്, അർജുനോടുള്ള ആ സ്നേഹം കൊണ്ട് പോയ മനാഫിനെ കുറിച്ച് ഉണ്ടാകുന്ന പരാമർശങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയാണ്. പക്ഷേ അന്നൊക്കെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാലും വേണ്ടാന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ അതിൽ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ശവസംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടും വീണ്ടും അർജുനെക്കുറിച്ചുള്ള അർജുൻ്റെ വാർത്തകൾക്ക് പ്രാധാന്യം ആണ് വീണ്ടും അല്ലേ. അർജുൻ്റെ വാർത്തകൾക്ക് പ്രാധാന്യം പറഞ്ഞാൽ അർജുൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ പ്രാധാന്യം വരുന്നത് മനാഫിനാണ് മുഴുവനും. മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് പ്രശ്നം. യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് ഇപ്പം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും തുടങ്ങാം അല്ലേ. ഒരാളുടെ കുത്തക എല്ലാവർക്കും വേണമെങ്കിലും തുടങ്ങാം. അപ്പോൾ അങ്ങനെ മനാഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായിരുന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് അർജുൻ്റെ അളിയൻ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ അതിന് ശേഷമാണ്, മീറ്റിങ്ങിൽ പറഞ്ഞ വാർത്തകൾക്ക് ശേഷമാണ് ഈ മനാഫിൻ്റെ ഈ ഒരു ചാനലിന് ഒരുപാട് റീച്ച് കിട്ടാൻ കാരണം. പക്ഷേ ഇവർ പറയുന്നത്, അതായത് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് കാശുണ്ടാക്കാൻ വേണ്ടി പല രീതിയിൽ, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങി, അതുപോലെ തന്നെ ഈ അർജുൻ്റെ മരണത്തെ തുടർന്ന് ഒരുപാട് പിരിവുകൾ നടത്തി എന്നുള്ളതുമാണ്. ഒരുപാട് അർജുൻ്റെ മരണ സംബന്ധമായിട്ട് അത് മുതലെടുത്തുകൊണ്ട് ഒത്തിരി പിരിവൊക്കെ നടത്തി പണം സമ്പാദിച്ചു എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം. അത് പറയുന്നത് മനാഫിൻ്റെ അളിയൻ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന് യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ കൂടെ അർജുനോട് ഒരു തുള്ളി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു സംഭവം. അർജുന്റെ വിഷയത്തിന് ശേഷം ആ യൂട്യൂബ് ചാനലിൽ ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോ വന്നെന്ന് വിചാരിച്ചോളി. എന്താ ചെയ്യാനുള്ള ലോറിക്ക് അർജുന്റെ പേരാണ് ഇടാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. അത് നമുക്ക് സമ്മതമില്ലാത്ത കാര്യമാണ്. അമ്മയടക്കം പറഞ്ഞു. അമ്മയ്ക്ക് ഞങ്ങൾ എല്ലാവരും അതാണ് ഞാൻ പറയുന്നത്. ഈ വ്യക്തി എങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ധനികനല്ല. അവർക്ക് പരമ്പരയായിട്ട് സ്വത്തുള്ള ആൾക്കാരാണ്, ഒരുപാട് സ്വത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വാഹനങ്ങളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കാശ് സമ്പാദിക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ചോദ്യം. അതുപോലെ തന്നെ ഈ അർജുൻ്റെ മരണത്തെ ചൊല്ലി അത് മുതലെടുത്തുകൊണ്ട് പിരിവ് നടത്തിയിട്ടില്ല എന്നും മനാഫ് പറയുന്നു. അത് നമുക്കൊന്ന് കേൾക്കാം. പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാനൊരു പിരിവ് ഇന്നേ വരെ നടത്തിയിട്ടില്ല. എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും. കല്ലെറിഞ്ഞു കൊന്നാളെ. പിന്നെ അടുത്ത വിവാദം എന്ന് പറഞ്ഞാൽ ഈ അർജുൻ്റെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്തൊരു വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അത് അർജുനേട്ടൻ പോകുന്നതിൻ്റെ കുറച്ച് മുന്നെയാണ് നന്നാക്കാൻ കൊടുത്തത്. പക്ഷേ ഇപ്പോൾ അത് അർജുനേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അവരതിനെ സംരക്ഷിക്കുക. അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്തത്. ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ്. അർജുൻ്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മനാഫ്ക എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ വന്നതാണ്. ഇതിങ്ങനെ സ്പ്രെഡ് ആവുക. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ
നമ്മൾ പൈസ കൊടുത്ത് ഈ ലോറി ഉടമ മുബീന് ഏച്ചി ഞാൻ എൻ്റെ വീടാ, ഞാൻ അവിടുത്തെ കുടുംബനാഥനാ. ഇനി അതിൽ മുബീൻ്റെതായി എൻ്റെതായി ഇവർക്ക് ഞാനൊരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു പെരുമാറ്റമല്ലേ പെരുമാറിയത്. ലോറി ഉടമ എൻ്റെ അനിയൻ തന്നെയാണ്, അത് RC ഓണർ. എൻ്റെ വീട്ടിലെ എല്ലാ വാഹനങ്ങളും അവൻ്റെ പേരിലാണ്. വാഹനപ്രാന്തനാണ്, ഞാൻ എല്ലാ സ്ഥലത്തും പറയണതാണ്. അങ്ങനത്തെ അതിലിഞ്ഞിപ്പോൾ എന്താ നമ്മളെ കുടുംബം എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്നത്? എന്താ ആവശ്യമുള്ളത്? ഞാനും എൻ്റെ അനിയനും എൻ്റെ ഉമ്മ, നമ്മളൊരു രസമുള്ള ബ്യൂട്ടിഫുൾ കുടുംബം. ദയവ് ചെയ്തിട്ട് അതിനെ ആരും എല്ലാവരും കൂടിയിട്ട് ഞമ്മക്കുള്ളിൽ എന്തിനാ തല്ലുണ്ടാക്കിക്കുന്നത്? നമുക്ക് അങ്ങനെ ആവില്ല. നമ്മൾ ഫുൾ ഞാൻ എൻ്റെ മെസ്സേജ് തന്നെ എന്താണ്, പണം പിരിച്ചിട്ടില്ലാന്ന് പറയുന്നു. ആരെങ്കിലും സ്വമേധയാ കുടുംബത്തിന് കൊടുക്കണമെന്ന് പൈസ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ മാധ്യമത്തിനോട് വന്ന് പറയും. ഇതുവരെ ആരും നമ്മളെ അങ്ങനെ മോശക്കാരനായി കാണില്ല. ഞാൻ ചോട്ടാ മോട്ട എന്തായാലും നക്കാപ്പിച്ചക്കാരനല്ല എന്തായാലും. പ്ലീസ് അത്ര. അതുപോലെ തന്നെ അർജുൻ എന്ന പേര് ഇനിയുള്ള വാഹനങ്ങൾക്ക് മനാഫ് ഇടുമെന്ന് പറയുന്നു. മനാഫിൻ്റെ വാഹനങ്ങൾക്ക് അർജുൻ എന്ന പേരാണ് ഇടാൻ പോകുന്നതെന്ന് പറയുന്നു. അത് വീട്ടുകാർക്ക് ഇഷ്ടമില്ല. അർജുൻ എന്ന പേര് മനാഫ് ഇടുന്ന ഇഷ്ടമല്ല. ഇവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ അർജുൻ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട പേരല്ല. കാരണം ഒരുപാട് ആൾക്കാർക്ക് അർജുൻ എന്ന പേരുണ്ട്. നമുക്ക് ആർക്ക് വേണമെങ്കിലും അർജുൻ എന്ന പേരിടാം. മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും മക്കൾക്കിടാം. നമുക്ക് അല്ലേ, അങ്ങനെ ഒരാൾക്ക് മാത്രം ഒരു പേര് അങ്ങനെയൊന്നും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇടാം അല്ലേ? അതൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടെ? അതാണ് എൻ്റെ ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ഈ അർജുൻ്റെ ശവം കണ്ടെടുത്ത് 72ാമത്തെ 71ാമത്തെ ദിവസം കണ്ടല്ലേ കണ്ടെടുത്തത്. അപ്പോൾ അതുവരെ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് മനാഫിനെക്കുറിച്ച് വീട്ടുകാർ അത് പറയുന്നു, മനാഫിനെക്കുറിച്ച് വീട്ടുകാർ ഇങ്ങനെ പറയുന്നു, അങ്ങനെ പറയുന്നു എന്ന് പറയാൻ ഒത്തിരി പ്രശ്നം വന്നു. പക്ഷെ നമ്മളതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ലായിരുന്നു. പക്ഷേ അർജുനെ കണ്ടെടുത്ത് ശവസംസ്കാര ചടങ്ങ് കഴിഞ്ഞുണ്ടായ ആ ഒരു ചാനലുകാരനോട്, അതായത് അർജുൻ്റെ സഹോദരി പറയുന്ന ചില കാര്യങ്ങളിൽ മനാഫിനെ മറന്നുപോയതുപോലെ, മനാഫിൻ്റെ പേര് ഉൾപ്പെടുത്താത്തതുപോലെ നമുക്ക് തോന്നിപ്പോകും കേട്ടാൽ. അവിടെയും മനാഫ് പറഞ്ഞത് എന്താണ്, ഒരു പക്ഷേ അവർ എൻ്റെ പേര് മറന്നുപോയതാകാം, മന്ത്രിമാരെ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ഇതിൽ കർണാടക സർക്കാരിനെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് ആൾക്കാരെ സഹായിച്ച ആളുകളെ പറഞ്ഞു. പക്ഷേ ഇതിനകത്തിൽ അതായത് ഒരു നായ്ക്കുട്ടിക്ക് കൊടുക്കുന്നൊരു സ്നേഹം പോലും അല്ലെങ്കിൽ ഒരു വില പോലും മനാഫിന് കൊടുത്തില്ല, അല്ലെങ്കിൽ മനാഫിൻ്റെ പേര് അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല എന്നൊരു കാര്യവും കൂടെ, അതായത് മീഡിയകളും ജനങ്ങളായാലും പറഞ്ഞു. അപ്പോൾ അവിടെയും മനാഫ് പറയുന്ന അവർ മനഃപൂർവ്വം പറയാതിരുന്നതല്ലായിരിക്കും, ഒരു പക്ഷെ മറന്നുപോയതാകാം എന്നാണ് മനാഫ് പറയുന്നത്. ഇവർ തള്ളിക്കളഞ്ഞിട്ട് മനാഫ് പറയുന്നു അവർ എൻ്റെ സ്വന്തം വീട്ടുകാരെ പോലെയാണ്, അർജുൻ എൻ്റെ സ്വന്തം അനുജനെ പോലെയാണ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തോ അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഒന്നാമത് ഈ വണ്ടിക്ക് പേരിടുന്ന അവർക്ക് ഇഷ്ടമല്ല. അവരുടെ വീട്ടുകാര്യങ്ങളിൽ, അതായത് ലോറി മുതലാളിയായ മനാഫ് ഇടപെടുന്നത് അവർക്ക് ഇഷ്ടമല്ല. അത് കൂടുതൽ എതിർക്കുന്നത് അനിയനും അളിയനുമാണ്. അതുപോലെ തന്നെ പറയുന്നത് കേട്ടു, അർജുൻ മരിച്ചതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഏതോ ഒരു സഹകരണ ബാങ്കിൽ ജോലി കൊടുത്തപ്പോൾ അർജുൻ്റെ ഭാര്യ പെട്ടെന്ന് ആ ജോലിക്ക് ജോയിൻ ചെയ്തു എന്ന്, അതൊക്കെ മോശമായിട്ടുള്ള അഭിപ്രായം, ഇത്രയും പെട്ടെന്ന് ജോലിക്ക് കയറാനായിട്ട് മനസ്സ് വന്നല്ലോ എന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. പക്ഷേ അതിലൊന്നും കാര്യമില്ല. ഒരു ജോലിയില്ലേ, ഒരു കുഞ്ഞിനെ വളർത്തണ്ടേ, അതൊക്കെ ന്യായമായ കാര്യമാണ്. ഇവിടെ ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ട കാര്യമല്ല. ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് അങ്ങോട്ട് ഓണാക്കി കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വീണ്ടും ചാനൽ തുടങ്ങിക്കൊണ്ടേയിരിക്കുക. യൂട്യൂബിൽ നിന്ന് ഏതാണ്ട് ആനക്കാര്യം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഒരു മോണിറ്റൈസേഷൻ ആവാൻ തന്നെ എത്രയോ പെടാപ്പാട് വിടുന്ന ആൾക്കാരും ഉണ്ട്, ഞാനടക്കം അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ വരുമാനം കിട്ടണമെങ്കിൽ ആനക്കാർ ഒത്തിരിയും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടണം. ഇപ്പം മനാഫിന് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്, മനാഫിന് അതിൻ്റെ ആവശ്യമുണ്ട് ഇല്ല. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ മനാഫ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട്, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും എടുത്തു പറയേണ്ട കാര്യമില്ല, ഒരുപാട് കരഞ്ഞാണ്. അത് ഈ അർജുനെ കുറിച്ച് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഭയങ്കര സങ്കടമാണ് അർജുൻ്റെ കാര്യം പറയും, അപ്പോഴും ഇപ്പോഴും എല്ലാം ഭയങ്കര സങ്കടമാണ്. എന്തായാലും കണ്ടു കിട്ടിയപ്പോൾ ഏകദേശം കുറച്ചൊക്കെ എല്ലാവർക്കും ഒരു സമാധാനമായി അർജുനെ. അപ്പം അതുപോലെ തന്നെ
എന്താണ് പറയുക, വണ്ടിയുടെ കാര്യം തന്നെ പറയുന്നില്ല, ഗംഗാവലിപ്പുഴയുടെ അരിയിൽ അതൊരു ഓർമ്മയായിട്ട് കിടക്കട്ടെ, മ്യൂസിയമായിട്ട് കിടക്കട്ടെ എന്നൊക്കെയാണ് ഇപ്പോഴും മനാഫ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതലേ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ന് ഈ നിമിഷം വരെ നോക്കിക്കഴിഞ്ഞാൽ മനാഫിന് യാതൊരു വ്യത്യാസം ഇല്ലെന്നുള്ളതാണ് ഉള്ളതാണ്. അതാണ് പുള്ളിക്കാരൻ്റെ ഒരു പിന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയാൻ. എന്ന് അർജുനെ കാണാതെ അന്ന് മുതൽ ഇന്ന് വരെ ഒരേ രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹത്തിന് നേച്ചറായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടിരിക്കുന്നത്. കാരണം ഒരു കൃത്രിമം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഏതെങ്കിലും രീതിയിൽ പണം തട്ടിപ്പ്, അർജുൻ്റെ മരണത്തിന് മുതലെടുത്തുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ പണം എവിടുന്നെങ്കിലും പിന്നെ തട്ടിപ്പ് നടത്തി എടുത്തിട്ടുണ്ടെങ്കിൽ, വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാനാഞ്ചിറ സ്ക്വയറിൽ പോയി നിൽക്കാം, എല്ലാവരും കല്ലെറിഞ്ഞോട്ടെ എന്ന് പറയുന്നത്. അത്രമേൽ പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിട്ടായിരിക്കുമല്ലോ എന്തായാലും ഈ മനാഫ് ഇങ്ങനെ പറഞ്ഞു. അതൊക്കെ നമുക്ക് സമ്മതിക്കാം. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കാര്യം, ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ മനാഫ് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ സാധാരണ ഒരു മുതലാളിമാർ ഇങ്ങനെയൊന്നും ചെയ്യില്ല. ഇപ്പം വേണമെങ്കിൽ ഈ മനാഫിന് വേണമെങ്കിൽ അർജുനെ കണ്ടില്ല, എന്തായാലും ഒഴുക്കിൽ പെട്ടുപോയി, ലോറി ഒഴുക്കിൽ പെട്ടുപോയി, ആദ്യം നോക്കിയിട്ടൊന്നും കണ്ടില്ല. 72 ദിവസമൊന്നും ആരും ഒരുവിധം മനുഷ്യരൊന്നും വെയിറ്റ് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളിയല്ലേ, അദ്ദേഹത്തിൻ്റെ കാശിൻ്റെ ഇത് വെച്ച് അദ്ദേഹത്തിന് വേണേൽ വീട്ടിലിരിക്കാം. എന്തിനാ അവിടുത്തെ സർക്കാരോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള അധികാരപ്പെട്ട ആൾക്കാർ നോക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ മാറിയിരുന്ന പോരെ. എന്നാണോ കണ്ടെടുത്തത് അന്ന് വരെ അദ്ദേഹം ആ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്നു. അതുതന്നെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇവിടെ വരുന്ന കാര്യം എന്ന് പറയുന്നത് എന്തോ നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് വലുതായിട്ടാണ് ഇവിടെ വരെ എത്തിയിരിക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അർജുൻ മരിച്ചു പോയെങ്കിലും ഇപ്പോൾ പേരും പ്രസിദ്ധിയും വന്നിരിക്കുന്ന മനാഫാണ്. അപ്പം തീർച്ചയായിട്ടും അർജുൻ്റെ വീട്ടുകാർക്ക് ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു അഭിപ്രായത്തിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ആദ്യം മുതലേ എല്ലാവരും പറയുന്നു അർജുൻ്റെ അമ്മ അങ്ങനെ പറഞ്ഞു, അർജുൻ്റെ സഹോദരി ഇങ്ങനെ പറഞ്ഞു, അർജുൻ്റെ ഭാര്യ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഓരോ ചാനലുകാർ ഓരോന്ന് ഇറക്കി ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ അതൊക്കെ അവരുടെ മാനസികാവസ്ഥ ഉണ്ടായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ മനാഫിനൊരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതൊരു സത്യം തന്നെയാണ്. പക്ഷേ ഒരു മുതലാളി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. കാരണം ഇങ്ങനെ ഒരു നന്മയൊന്നും ഒരു മുതലാളിയും ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഇപ്പോഴും പറയുന്നത്, ഇവരെന്ത് നെഗറ്റീവ് പറഞ്ഞാൽ ആ കുടുംബം എപ്പോഴും എൻ്റെയാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും എൻ്റെ ഒരു അഭിപ്രായം നോക്കിയിട്ട് നമ്മളെ വേണ്ടാത്തവരുടെ അടുത്തേക്ക് നമ്മൾ എന്തിനാ പോകേണ്ട കാര്യം എൻ്റെ ആവശ്യമുണ്ടോ? നമ്മളെ വേണ്ടാന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ വലിഞ്ഞേറി ചെല്ലേണ്ട ഒരു കാര്യമില്ല. അത് എന്തെങ്കിലും മനാഫ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഇഷ്ടമില്ല എന്നുണ്ട് നമ്മൾ പോകുന്നില്ല. അത് ഒരു പക്ഷേ ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്കൊരു ഫാമിലി ഉണ്ടല്ലോ, അവരെല്ലാം കൂടെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട്. എന്തായാലും ആദ്യമൊക്കെ നെഗറ്റീവായിട്ടുള്ള വന്ന കമൻറ്റുകളൊന്നും പുള്ളിക്കാരൻ കൂടുതലായിട്ടൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. ഇവർ പറയുന്നു മനാഫിനെ അതായത് അർജുൻ്റെ വീട്ടുകാർ വിളിച്ചിട്ടൊന്നും എടുക്കത്തില്ലായിരുന്നു പറഞ്ഞു. മനാഫ് പറയുന്നു കോളി ചെന്നിട്ടില്ലെന്ന് പറയുന്നു. എന്തായാലും അത് നിയമപരമായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ എന്തായാലും തെളിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിന്നൊരു കാര്യം സത്യമായി, അർജുൻ്റെ പേരിൽ പൈസ പിരിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ പേരിൽ വേറെ ആരെങ്കിലുമൊക്കെ പിരിച്ചു കാണും. എന്നിട്ട് അത് ഒരുപക്ഷെ മനാഫിന് ആ പേര് വന്നതാകാം. അതൊക്കെ കാലക്രമേണ തെളിഞ്ഞോളുമല്ലോ. പക്ഷേ ഇതിനകത്ത് വന്ന കാര്യം എന്ന് വെച്ചാൽ, ഒരു മുതലാളി എനിക്ക് എൻ്റേതായ ഒരു അഭിപ്രായം പറയാണ്, അർജുൻ്റെ ഫാമിലിയോടായിട്ടാണ്. ഒരു അർജുൻ്റെ ഫാമിലിയോടായിട്ടാണ്. അവരോട് നമുക്ക് പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല. അർജുനെ കുറിച്ച് ഞാനും ഏപ്രിൽ ഒരുപാട് ഒരു വീഡിയോ ഇട്ടതാണ്. അപ്പം അന്ന് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ ആയിരുന്നു. എന്തായാലും ലോകത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സംഭവമാണ് ഇങ്ങനെ 71 ദിവസത്തെ ദൗത്യത്തിന് ശേഷം ഒരാളെ കണ്ടെടുക്കുക എന്നുള്ളത്, അല്ലേ? അപ്പോൾ ലോകത്തിൽ തന്നെ ലോകം മുഴുവനും അറിഞ്ഞൊരു വാർത്തയാണിത്. അപ്പോൾ അർജുൻ്റെ വീട്ടുകാർക്കുള്ള വിഷമം നമുക്കറിയാം. എങ്കിലും പറയണം, ആദ്യം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ എന്തായാലും ഈ മനാഫ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന മുഗൾ വിദഗ്ധനല്ലേ, അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അദ്ദേഹം കഷ്ടപ്പെട്ടിട്ടാണല്ലോ, അവരെത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ റോപ്പ് മുറിഞ്ഞു പോയിട്ട് അദ്ദേഹത്തിന് അപകടം വരേണ്ടതായിരുന്നില്ലേ. അതും അവിടെ നിന്ന് രക്ഷപ്പെട്ട് പിന്നെയും സ്വന്തമായിട്ട് റിസ്ക് എടുത്ത് ഇറങ്ങിയതാണ്. അപ്പം നമുക്ക് അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതല്ല, മീഡിയയിലുണ്ടല്ലോ. എന്തായാലും അദ്ദേഹത്തിന് മെടുക്കൊണ്ടാണ് ഈ അർജുനെ കിട്ടിയത്, ഈശ്വർ മാൽപ്പയുടെ. അതൊക്കെ നമ്മൾ അവരെയൊക്കെ അഭിനന്ദിക്കേണ്ട കാര്യങ്ങളാണ്. അവർക്കൊക്കെ അവാർഡൊന്നും കൊടുത്താൽ പോരാ. അവരാണ് ദൈവത്തിൻ്റെ രൂപത്തിൽ കടന്നു വന്ന ആൾക്കാർ അവിടെയൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. അപ്പം ഈശ്വർ മാൽപ്പയ്ക്കും ഈ മനാഫിനും എതിരായിട്ട്
കേസുണ്ടെന്നൊക്കെ ഇപ്പോൾ പറയുന്നു. ശരിക്കും പറഞ്ഞില്ല ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? അതിൽ പറയുന്നല്ലേ അവിടെ ഗംഗാവലിപ്പുഴയുടെ തീരത്ത് ഉണ്ടായ ചില സമയത്തൊക്കെ അവരുടെ അന്വേഷണവും കാര്യങ്ങളും തിരച്ചിലും ഒക്കെ ഈ പറയുന്നല്ലേ വളരെ സ്ലോ ആയിട്ട് പോയപ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ അമർഷവും കാരണങ്ങളോട് സങ്കടം കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. മനുഷ്യരല്ലേ ഉണ്ടായി കാണും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു കേസ് ഉണ്ടായി എന്നൊക്കെ പറയുന്നു. ഈശ്വരമാൽപ്പയ്ക്കും നമ്മുടെ മനാഫിനും ഒക്കെ കേസാണെന്ന് പറയുന്നു. എന്തായാലും കേസോ എന്തോ ആണോ എന്താണെന്ന് പറഞ്ഞാലും മനാഫിന് 100-ൽ 150%, ഞാനങ്ങ് പറയുന്നു 100-ൽ 101% പെർഫെക്റ്റ് ആയിട്ട് പുള്ളി എന്തായാലും കള്ളത്തരം ഒന്നും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. എന്താണ് മനാഫിൻ്റെ ഒരു കാര്യം കേട്ടാൽ ഇതിനകത്തൊരു കൃത്രിമോ മായമോ ഒന്നുമില്ലെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് അന്ന് മുതൽ ഇന്ന് ഈ നിമിഷം വരെയുള്ള മനാഫിൻ്റെ സംസാരവും എല്ലാം അത് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ എവിടുന്നെങ്കിലും ഒരാൾ തെളിവും കൊണ്ട് വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാശ് മേടിച്ച കാര്യത്തിന്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും സത്യം പുള്ളിക്കാരൻ്റെ ഭാഗത്തായിട്ടായിരിക്കും. എന്തായാലും മനാഫിനെ കുറിച്ച് ഒന്നും പറയണ്ട, പെർഫെക്റ്റ് ഓക്കെ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ എന്തായാലും ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന് ശേഷം, അതായത് അർജുൻ്റെ അളിയൻ നെഗറ്റീവായിട്ടൊരു കാര്യം പറഞ്ഞതിനെ ചൊല്ലി അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് മനാഫിനെതിരായിട്ട് വീട്ടുകാർ എന്തൊക്കെയോ പരാമർശങ്ങൾ പറയുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് കൊണ്ട് നമുക്ക് മനാഫിനോട് ഇഷ്ടക്കുറവായിട്ടാണ് അത് പറയുന്നത്. എന്തായാലും നമ്മൾ കണ്ടെടുത്തോളം മനാഫ് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മളിപ്പോൾ മിക്കവാറും ഓരോ ആൾക്കാർ ഈ വിമർശനങ്ങൾ അതായത് കണ്ടന്റ് ചെയ്യുന്നതിൻ്റെ അടുത്ത് ഓരോ വാർത്താ ചാനലുകാർ വാർത്തകൾ ഇടുന്നതിൻ്റെ അടിയിലായാലും മനാഫിനെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. മനാഫ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമുക്കറിഞ്ഞൂടാ. എന്തായാലും കേസൊക്കെ ഉണ്ടല്ലോ, തെളിഞ്ഞു വരട്ടെ. പക്ഷേ ഇത് ഒരു സാധാരണ ഒരു മുതലാളിയൊന്നും ഇതുപോലെ ഒരാൾ മരണപ്പെട്ടു, നമ്മുടെ ഒരു തൊഴിലാളിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു പറഞ്ഞ് ഇതുപോലെ കഷ്ടപ്പെട്ട് ഇതുപോലെ മനസ്സ് നൊന്തു ആത്മാർത്ഥമായിട്ടൊരു ശ്രമം ഉണ്ടാവില്ല ഇവിടെ. ആ ഒരു 71 ദിവസം വരെ അവിടെ പിടിച്ചു നിന്നിട്ട് വേണ്ട കാര്യങ്ങൾ ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചു. കാരണം ആൾക്കാരെല്ലാം ഓരോന്ന് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ത്യാഗങ്ങളെല്ലാം സഹിച്ച് ആ 71 ദിവസം അവിടെ നിന്ന ആ മനുഷ്യനെ നമ്മൾ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യൻ്റെ മനസ്സിന് ഉടമയാണെന്ന് പറയാം. പിന്നെ ഇവിടെ പറയുന്ന കാര്യം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യമൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ അതിനെ ചൊല്ലി കുത്തിപ്പൊക്കി വലിയ കാര്യങ്ങളാക്കണ്ട. ഇപ്പോൾ തന്നെ മനാഫും അതുപോലെ തന്നെ അർജുൻ്റെ വീട്ടുകാരും മനാഫുമായിട്ട് എന്തെങ്കിലും ചെറിയൊരു വിഷയം അല്ലെങ്കിൽ തെറ്റിദ്ധാരണയുടെ പുറത്താണെങ്കിൽ തന്നെ പരസ്പരം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അത് അയൽവക്കക്കാരറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു, വീട്ടുകാരറിഞ്ഞു, പിന്നെ പഞ്ചായത്ത് അറിഞ്ഞു, പിന്നെ ജില്ല അറിഞ്ഞു, ലോകം മുഴുവനും അറിഞ്ഞു. അങ്ങനെയാണ് ഇപ്പം വന്നത്. അപ്പം ഇവിടെ ഉയർത്തപ്പെട്ടത് ആരാണ്? ഇവിടെ ഉയർത്തപ്പെട്ടത് ഇപ്പം മനാഫ് തന്നെയാണ് ഉയർത്തപ്പെട്ടത്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുമ്പം ആർക്ക് വേണേലും തുടങ്ങാം. അതൊന്നും വിലക്കപ്പെട്ട കാര്യങ്ങളല്ല. ഒരു പേരിടുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ അവകാശമാണ്. ഒരാൾക്ക് മാത്രമല്ല പിന്നെ പേരിടാവുള്ളൂ. ലോകം മുഴുവനും ഒരേ പേരുള്ള പല ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ വെറും മണ്ടത്തരങ്ങളാണ്. അതൊക്കെ വ്യക്തിപരമായ അവകാശങ്ങളും വ്യക്തിപരമായ തീരുമാനങ്ങളാണ്. അതിനൊക്കെ നമ്മൾ എതിർത്ത് വലിയ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കേണ്ട കാര്യങ്ങളില്ല. അപ്പം എന്തായാലും മനാഫിന് എന്തായാലും ബിഗ് സല്യൂട്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മുതലേ ഇന്ന് വരെയും അദ്ദേഹം ആ പറഞ്ഞ അതേ രീതിയിലാണ്, നിലപാട് മാറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ശൈലിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശൈലിയാണ് ഇവിടെ അന്ന് മുതൽ ഇന്ന് വരെയും അദ്ദേഹം ആ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ശൈലിയാണ്. അല്ലാതെ പെട്ടെന്നൊരു മുമ്പൊരു കാര്യം പറഞ്ഞാൽ ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞു. ചില ആൾക്കാർ അങ്ങനെ പറയും, അതേ കാര്യം മാറ്റി പറയും. പക്ഷേ ഇതൊന്നും മാറ്റി പറയുന്ന ഒരു കാര്യങ്ങളേ ഇല്ല. അപ്പം എന്തായാലും മനാഫിൻ്റെ പേര് എന്തായാലും നല്ലൊരു പേരായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പം മനാഫിനെ കുറിച്ച് മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല. 100-ൽ 1-2 പേർക്ക് വല്ല അഭിപ്രായം കാണും. അപ്പോൾ മോശമായിട്ടുള്ള അഭിപ്രായം കാണും. അപ്പം മനാഫ് കണ്ടെടുത്തോളം നല്ലൊരു വ്യക്തിയാണ്. കാരണം നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു സ്നേഹിതനാണ്, നല്ലൊരു എന്താ പറയുക മനുഷ്യ സ്നേഹിയായ മനുഷ്യനാണെന്ന് പറയാം. അപ്പം വീണ്ടും കാണാം. ബായ്.